ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡേ 3 ആണ്. മൂന്നാമത്തെ ദിവസം രാവിലെ നേരത്തെ ഇവിടെ ഒരു 4 മണിയാകുമ്പോഴത്തേക്കും ലൈറ്റ് കിട്ടും. അതിനുശേഷം നമുക്ക് ഉറപ്പൊന്നും വരില്ല കേട്ടോ. അപ്പോൾ 4 മണിയായപ്പോൾ എണീച്ചു. ഇതിനോട് എണീറ്റ് ഇനി ഞാൻ പോയി ചായ മേടിച്ചുകൊണ്ട് വരാൻ ഓർത്തത്. രാവിലെ ആൾക്ക് നല്ല വിശപ്പ്. അപ്പോൾ ഫുഡ് കൊണ്ടുവരാൻ ടൈമായിട്ടില്ല. അപ്പം ഇന്നലെ മേടിച്ച് വെച്ച് ബിസ്ക്കറ്റ് മേടിച്ച് വെച്ച് കഴിച്ചായിരുന്നു. ഒന്നും മേടിക്കാൻ പറ്റിയില്ല. അപ്പോൾ രാവിലെ തന്നെ എന്തെങ്കിലും പോയി മേടിക്കണം, ചായ മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ. വീട്ടിലാണെങ്കിൽ ഈ സമയമൊന്നും അറിയേയില്ല. ഇവിടെ നല്ല ക്ലൈമറ്റാട്ടോ ഇപ്പോൾ. അങ്ങനെ ചായ മേടിച്ച് ഞാൻ മേലിലേക്ക് കയറി പോകട്ടോ. അല്ല, നീ നല്ലതാന്നേ പറയുള്ളൂ. അപ്പോൾ നമ്മുടെ കഥാനായിക ഡോക്ടർ വന്ന് എന്ത് പറഞ്ഞു? ഡോക്ടർ വന്ന് പറഞ്ഞു നാളെ ഓപ്പറേഷൻ ചെയ്യാറ് ഉച്ചയ്ക്ക് മുന്നേ. അതെ, ഉച്ചയ്ക്ക് മുന്നേ കാർഡിയോളജിന് കാണാമെന്ന് പറഞ്ഞിട്ട് വേണ്ട കേട്ടോ. ആനസ്തേഷ്യ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ ECG എടുത്താൽ കുഴപ്പമില്ല, സജസ്റ്റ് ചെയ്താൽ മാത്രം കണ്ടാൽ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് കാണണ്ട. പിന്നെ നാളെ ഉച്ചയ്ക്ക് മുമ്പ് ചെയ്യും. അപ്പോൾ ബേബി വരും. അപ്പോൾ ഹെൽത്ത് ഓക്കെ ആയിട്ടിരിക്കുക. BP നോർമലാക്കുക. 1 അവർ ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഭയങ്കര വേരിയേഷനാണല്ലോ എപ്പോഴും. BPയുടെ ഗുളികയൊക്കെ കഴിച്ചിട്ടിരിക്കുക. ഇനി കുളിക്കണം. സമയത്ത് 7 മണിയാണ്. അപ്പോൾ ഞാൻ കുളിച്ച് അപ്പം തന്നെ ബ്ലഡ് ബാങ്കിൽ പോകണോട്ടോ. അപ്പോൾ അതിന് പോകാനായിട്ട് ഇറങ്ങിക്കുവാണേ. നല്ല ചൂട് കിട്ടും. കുളിച്ചിറങ്ങിയതേ വേർത്ത് കുളിച്ച് ഞാൻ. അപ്പോൾ നമ്മുടെ മുകളിലേക്ക് ബ്ലഡ് ബാങ്കിലേക്ക് പോകട്ടെ. അങ്ങനെ ഞാൻ കൊടുത്തിട്ട് വന്നു കേട്ടോ. മുടി പോലും ചെയ്യാൻ സമയം കിട്ടില്ല. വേഗം കൊണ്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് അവിടെ വന്നാൽ. അപ്പം പ്രസവത്തിൻ്റെ ആയതുകൊണ്ട് ആവശ്യം വന്നാൽ മതി. കഞ്ഞി കഴിക്കാനൊക്കെ അത് ഡോക്ടറാണ് അറിയില്ല. ഞാൻ ഫുഡും ലിനിമോക്ക് കൊണ്ടുവന്ന ഫുഡും കടലക്കറിയും കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് നിങ്ങളെ കാണിക്കണമല്ലോ എന്നുള്ള കാര്യം ഞാൻ ഓർത്തു കേട്ടോ. അതുകൊണ്ട് ലിനിമോൾ പപ്പടം, കഞ്ഞി വിത്ത് ചമ്മന്തി. പിന്നെ നമുക്ക് വീട്ടിലുള്ളതുകൊണ്ട് അപ്പോൾ കുറച്ച് സാധനം കൂടി മേടിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അത് മേടിക്കാനായിട്ട് ഞാൻ പോകാനായിരുന്നു. അപ്പം വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ച് കുറിച്ചിറങ്ങി വരിക. ഓക്കെ, പോവാം. നല്ല ചൂടാട്ടോ. രാവിലെ തന്നെ ഇന്ന് നമുക്ക് ഫ്രണ്ടിലേക്ക് നടന്ന് നോക്കാം കേട്ടോ. എന്തെങ്കിലും കട വേറെ ഉണ്ടോന്ന്. നമ്മൾ ക്യാൻസർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൻ്റെ ഭാഗത്തോടെ കേട്ടോ നടക്കുന്ന കേട്ടോ. അപ്പോൾ രസമാണ് കേട്ടോ നടക്കുന്നത്. ഇങ്ങനെ കുറേ നടക്കാനും ഒക്കെ രസമാണ്. ഇപ്പോൾ ലിഫ്റ്റ് യൂസ് ചെയ്യില്ലേന്ന് ചോദിച്ചു. ലിഫ്റ്റ് ഇവിടെ ഒരു പ്രാവശ്യം ലിഫ്റ്റ് കയറി ഭയങ്കര അത് സ്ലോ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ അപ്പുറത്തും ചുറ്റി കറങ്ങി പോകുക. നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലെത്താറായിട്ടോ. അങ്ങനെ നമ്മൾ ചുറ്റി ഇപ്പുറം എത്തിയിട്ടുണ്ട് കേട്ടോ. ഷർട്ട് വൈറ്റ് കളർ ഉണ്ടാവും. വൈറ്റ് ഇല്ല, ഇപ്പം എല്ലാം ഇങ്ങനെ കളറുകൾ തന്നെ. അതല്ല കയ്യിലിടുന്നുണ്ടോ? രണ്ടും കൂടിയാണത്, ഗ്ലൗസും സോക്സും. ഇത് മതി. അങ്ങനെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓർക്കുമ്പോൾ പറയുമ്പോൾ മേടിക്കുന്നതാണ്. ഓൾറെഡി നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ സാധനം കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ഇത് മേടിക്കാത്ത കുറച്ച് കാര്യം, കുഞ്ഞാവയ്ക്ക് കയ്യിലും കാലയിലൊക്കെ ഇടാനുള്ള കുഞ്ഞ് സോക്സൊക്കെ ഉണ്ട്, അതൊക്കെ മേടിച്ചു. അപ്പോൾ പോട്ടെ, നല്ല ചൂട്.
പോയി മേടിച്ചു തോന്നുന്നത് സാമ്പാറും തോരനും. ഇത് ഇവിടുത്തെ വാഴക്കത്തോരനും. വാഴക്കത്തോരൻ നല്ല ടേസ്റ്റ് ഉണ്ട്. സാമ്പാറും ഇതെല്ലാം കൂടെ കൂട്ടി നമ്മൾ കഴിക്കാൻ പോകണം. ഇന്ന് റൂമിൽ തന്നെയാണ്, പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും നിങ്ങൾ കാണിച്ചു തരാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ ഞാനെന്ത് കുറേ നേരമായിട്ട് ബ്ലഡ് ബാങ്കിൻ്റെ ഫ്രണ്ടിലിരിക്കുകയാണ്. വേറൊന്നുമല്ല, എൻ്റെ ഫോണിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചേക്കുക. ഇന്നിപ്പോൾ ഒത്തിരി സമയമെടുക്കും. പിന്നെ അവിടെ പോയി നിന്ന് അപ്ലോഡ് ചെയ്യേണ്ടല്ലോ നോർത്താണ് ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ ഇരുന്നിട്ട് ഒരു രക്ഷയില്ല. 10 മിനിറ്റ് കൊണ്ട് 1% അപ്ലോഡ് ആവുന്നത്. ആകെ ഷോക്ക് അടിച്ചിരിക്കുകയാണ് കേട്ടോ. ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. ആൾക്കാരൊക്കെ നോക്കി ഇരിക്കുന്നുണ്ട്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ആരെയും മൈൻഡ് ചെയ്യാതെ നിന്നിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇതുമൂടെ റൂമിൽ കിടക്കാട്ടാൾക്ക് ഞാൻ സൂപ്പർ സ്പെഷ്യാലിറ്റിയിലൊക്കെ ഇവിടെ അവിടെ നോക്കിയപ്പോൾ ഒട്ടും കയറുന്നില്ല വീട്. ഇവിടെ വന്നപ്പോൾ അത്രയും കൂടെ കയറുന്നില്ല. പിന്നെ കുറച്ച് നേരം നല്ല കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ നല്ല കാറ്റൊക്കെ കൊള്ളാൻ പറ്റും. നല്ല ഫ്രഷ് എയർ, നല്ല കാറ്റ് വരുന്നുണ്ട് കേട്ടോ. കുറേ നേരം ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഉറക്കമൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് മൈൻഡ് തന്നെ റീഫ്രഷ് ചെയ്യാൻ നല്ല ക്ലൈമറ്റാണ്. റൂം കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് തോന്നുന്നു. ശ്രമിക്കാമെന്ന് അവർ പറഞ്ഞു. പക്ഷേ റൂം കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് കൊള്ളായിരുന്നു. അപ്പം മൂന്നാമത്തെ ദിവസം ഞാൻ അവിടെ നിന്നു. ഇന്ന് നല്ല ടേസ്റ്റാണ് കേട്ടോ. കഴിച്ചു 2 കഴിച്ചു. വേറെ നിറച്ചും കഴിക്കരുത്. അപ്പോൾ ഇന്നത്തെ 3-4 നമ്മൾ ഒരുമിച്ചായിരിക്കും കേട്ടോ ഇടുന്നത്. അപ്പോൾ ഇന്നത്തെ വലുതായിട്ട് നമ്മൾ പുറത്തേക്കൊന്നും പോയില്ല. കുറച്ച് കാര്യങ്ങൾ ചെയ്തു. പിന്നെ റൂമിൻ്റെ കാര്യത്തിൽ ഡൗട്ടാണ്. അപ്പോൾ എന്തായാലും നമ്മൾ റൂമിലേലും കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് അതെ ഫേസ് ചെയ്യണമെന്നല്ല. നമ്മൾ ഇച്ചിരി കൂടെ ഇപ്പം കുഞ്ഞാവയും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ സമയം കിട്ടത്തില്ല. അങ്ങനത്തെ പ്രശ്നമില്ല. എന്നാലും ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നതായിരിക്കും കേട്ടോ. ഒരു കളറല്ലേ യൂണിഫോം. ഇത് മീഷോ, അത് ഫ്ലിപ്കാർട്ട്. വ്യത്യാസമുണ്ട് കണ്ട. അപ്പോൾ ഞാൻ വീണ്ടും കടയ്ക്ക് പോട്ടോ. അപ്പോൾ ലിതിമോക്ക് വൈറ്റ് നൈറ്റി വേണം കേട്ടോ. ഫ്രണ്ട് ഓപ്പണുള്ളേ അത് മേടിക്കാനായിട്ട് പോവാണ്. ബസ്സുകളിൽ പാഞ്ഞ് പോക്ക് കണ്ടോ, എന്ത് സ്പീഡിലാണ് പോകുന്നത് കണ്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ പേടിയാകും കേട്ടോ. ഞാനങ്ങനെ ജെട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അയ്യോ നടന്നൊരു ഉപ്പാട് വന്നു. കുറച്ച് അങ്ങ് നടക്കണം കേട്ടോ. പിന്നെ വണ്ടിക്കൊന്നും പോകാൻ നിന്നില്ല, നടന്നു പോകുന്നല്ലേ നല്ലത്. അങ്ങനെ ഞാൻ ജെട്ടി പോയി ലിതിമോക്കുള്ള നൈറ്റിയൊക്കെ വാങ്ങിയിട്ട് തിരിച്ചു വന്നു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഫോൺ ഓഫായി പോയായിരുന്നു. പിന്നെ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് ഞാൻ എടുത്തത് കേട്ടോ. മക്കളെ ആ ദിവസം നമ്മുടെ കുഞ്ഞാൻ വരുന്ന ദിവസമാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ 3 മണിയായിട്ടുള്ള സമയം ബ്ലഡ് പൂർണ്ണ ചെക്ക് ചെയ്യാൻ കൊടുക്കാൻ പോയതാണ് കേട്ടോ. പിന്നെ എത്ര ഉറക്കമൊന്നും ശരിയായില്ല. ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ആൾ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി അങ്ങനെ വന്ന് കിടന്നുറങ്ങുമായിരുന്നു കേട്ടോ. എന്നിട്ട് അങ്ങനെ ഉറങ്ങി എണീറ്റൊക്കെ ഇരിക്കുകയാണ് ലേബർ റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇന്നാണ് ആ ദിവസം കേട്ടോ. ലിതിമോളെ ട്രിപ്പിനായിട്ട് അപ്പുറം ലേബർ റൂമിലേക്ക് കയറ്റിയേക്കുക. പിന്നെ അത് കഴിയുമ്പോൾ ഡോക്ടർ 8:30 വരും. പിന്നെ താഴെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകും കേട്ടോ. നമുക്കാണ്. അപ്പോൾ ഞാനിവിടെ എല്ലാം ഒരുക്കി പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കുക. എന്തെങ്കിലും ആവശ്യമുണ്ട് വിളിക്കുക. അല്ലെങ്കിൽ പുറത്തിരിക്കാനുള്ള സ്ഥലമില്ലാത്തതുകൊണ്ട് ഇവിടെ ഇരിക്കുക. ആരും ഇപ്പം തന്നെ എത്തും കേട്ടോ. അപ്പോൾ അവരും കൂടെ വന്നിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളത് ഹോസ്പിറ്റലിൽ വന്നു കേട്ടോ. ചേട്ടായി അമ്മയും എല്ലാവരും അപ്പുറമുണ്ട്. അപ്പോൾ ലിതിമോക്ക് ചേട്ടായെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. കാണിച്ചു തരാം, സമയമുണ്ടല്ലോ. ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ചെറിയ ടെൻഷനൊക്കെ ഉണ്ട്. അപ്പോൾ ചേട്ടായി അമ്മയൊക്കെയാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ചേട്ടാനെ കണ്ടില്ല എന്ന് പറയരുത്, അതാണ് ചേട്ടായി. ഞങ്ങൾ ഭയങ്കര ഓട്ടോ കുറേ കാര്യത്തിൽ തിരക്കായിരുന്നുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഞങ്ങൾ കുഞ്ഞാച്ചിനെ ലേബർ റൂമിലേക്ക് ഒന്ന് ഷിഫ്റ്റാക്കി.
നമ്മുടെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ കുഞ്ഞിന് അതിഥി എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സന്തോഷം എന്ന് വെച്ചാൽ ഒരുപാട് സന്തോഷം. നമ്മൾ ആഗ്രഹിച്ച പോലെ ബേബി ഗേളാണ് കേട്ടോ നമുക്ക് കിട്ടിയേക്കുന്നത്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന് നമുക്ക് ഒരു കുഞ്ഞാവുണ്ടായിരിക്കണം. അതി 1:38 സമയം. ഇന്ന് കുറേ നേരം വെയിറ്റ് ചെയ്തു. രാവിലെ 7 മണിക്ക് കയറ്റി ഇത് നമുക്ക് 1:30 നടന്നപ്പോൾ. പിന്നെ അതെ, ഞങ്ങൾക്ക് പെൺകുഞ്ഞാവ് കേട്ടോണ്ടായി ഞങ്ങളുടെ ആഗ്രഹം പോലെ ദൈവം ഞങ്ങൾക്ക് ഒരു പെൺകുഞ്ഞാവിനെ തന്നു. അപ്പം വഴി വിശേഷം നമ്മുടെ കുഞ്ഞാവ് എങ്ങനെയാണ്ടായിരുന്നു ജനന സമയത്ത്. അമ്പ് അങ്ങനെയാവൂല്ലേ. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തിട്ടോ. ഭയങ്കര ഓട്ടമായിരുന്നു, ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷമാണ് ഇപ്പം നടന്നത്. ഒരു കുഴപ്പമില്ലാതെ അമ്മയും കുഞ്ഞെ ഹാപ്പി ആയിരിക്കും. പിന്നെ ഞങ്ങൾക്ക് ആദ്യം കിട്ടിയ ഗിഫ്റ്റാട്ടോ നമ്മുടെ സെൽഫി ചേച്ചി വന്നിട്ടാണ്. ചേച്ചിയുടെ ഒന്നും എടുക്കാൻ പറ്റില്ലായിരുന്നു കേട്ടോ. ഒരു ഫോട്ടോ പോലും ചേച്ചിയുടെ ഒപ്പം എടുക്കാൻ പറ്റാതെ ഒരു സങ്കടം ഉണ്ടായിരുന്നേ. അപ്പോൾ ചേച്ചി ആദ്യക്ക് ഐസ്ക്രീമും ഞങ്ങൾക്ക് കുടിക്കാനകത്ത് മേടിച്ച് തന്നിട്ടാണ് പോയത്. പിന്നെ റാഗിപ്പുട്ട് മേടിച്ച് തന്നിട്ട് പോയി, അത് കഴിച്ചു. പഴം കഴിച്ചു. അപ്പോൾ ഞങ്ങളിതേ ജസ്റ്റ് റൂമിലൊന്ന് വന്നതാണ് കേട്ടോ. ഇപ്പം പോകണം. ഇനിയിപ്പോൾ അമ്മ റൂമിൽ നിൽക്കണം. കാരണം പുറത്ത് ഞാൻ നടന്നാലല്ലേ പറ്റുള്ളൂ. അമ്മയ്ക്ക് അറിയത്തില്ലല്ലോ, നമുക്ക് ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി പോകേണ്ടതൊക്കെ ഉണ്ട്. അതുകൊണ്ട് അപ്പോൾ എന്തായാലും ഇനിയുള്ള വിശേഷങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ആദ്യം കുഞ്ഞാവേണ്ടായ ആഹ്ലാദ പ്രകടനം ആദ്യം ഇവിടെ നാട്. അപ്പോൾ ഞങ്ങൾ ബ്ലഡ് ബാങ്ക് വരാൻ നിൽക്കോട്ടോ. ഓടി ഒരു കോലമായിട്ട്. അപ്പോൾ കുഞ്ഞാവിടെ ബ്ലഡ് ഗ്രൂപ്പ് നോക്കാൻ വന്നതാണ് കേട്ടോ ഞങ്ങൾ. നമ്മുടെ കുഞ്ഞാവിടെ ബ്ലഡ് ഗ്രൂപ്പ് ആദ്യയുടെ സെയിം ആണ്. ഏതാണ്? ഓ പോസിറ്റീവ്. നീ നെഗറ്റീവ് ആണോ? എനിക്ക് സംശയമുണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞാവ പോസിറ്റീവ് കാരനാട്ടോ. പോസിറ്റീവ് കാരനല്ല, പോസിറ്റീവ് കാരി. രാത്രിയായിട്ടോ. ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് റൂമിൽ നിന്ന് ഇറങ്ങി. നമ്മളിനി അവിടെ മേളിൽ പോയിരിക്കണം. എപ്പം വേണേലും നമുക്ക് വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടാവണം. അപ്പോൾ ആദ്യം ഞാനുണ്ട്. ചേട്ടായിക്ക് വന്നിട്ട് ചേട്ടായി അങ്ങ് പോയി കേട്ടോ. അതെ, കുഞ്ഞാവനെ കണ്ടപ്പോൾ ആദ്യക്ക് ഭയങ്കര സന്തോഷം അല്ലേ. എന്തായാലും നമ്മൾ കയറി പോട്ടെ കേട്ടോ. നല്ല ചൂട്. നടന്ന് കാലിന് ഭയങ്കര വേദന. വീഡിയോ എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടുന്നില്ല. പക്ഷെ രാത്രി ഇന്ന് എഡിറ്റ് ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പറ്റുകയാണെങ്കിൽ ഞാൻ ഇന്നലെ ഇട്ട വീഡിയോ പോലും യൂട്യൂബിൽ അപ്ലോഡ് ആയിട്ടില്ല. പിന്നെ എങ്ങനെയാവും ഇടാൻ പറ്റുമെന്നൊന്നും അറിയില്ല. പക്ഷെ ട്രൈ ചെയ്യാം. എവിടെ ICUവിലാണ് കേട്ടോ. ICU വാർഡിലാണ് കിടക്കുന്ന കുഞ്ഞാവേ ആൻറ്റി തൊട്ട് കുഞ്ഞാവേ ലിജിമോളും അമ്മയും. ലിജിമോളല്ല ലിജിമോളും. അത് ആദ്യം ഉണ്ട് കേട്ടോ. ഇത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ വിശേഷം. ഞങ്ങളുടെ കുഞ്ഞാവ് വന്നല്ലേ, ഹാപ്പിയാണ്. ഇതുവരെ പ്രശ്നമില്ല. ലിജിക്ക് ലിജിമോക്ക് കുറച്ച് BP ഒക്കെ ഉണ്ട് കൂടുതലപ്പം. ഇവിടെ നാളും മാറാൻ പാടില്ല. അപ്പോൾ നമ്മൾ തന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ കയറിയിട്ട് ഒരു നല്ലായിരുന്നു വന്നു. നല്ല ചൂട്. രാവിലെ മോക്ക് കുടിക്കാനുള്ള വെള്ളം എടുക്കുന്നുണ്ട്. റൂമിലൊന്ന് പോയേ. റൂമിൽ ഏതാണ് ഞാൻ കാണിച്ചത്. ഇവിടെയാണ് വെള്ളം എടുക്കുന്നത്. സമയം 5 മണിയായിട്ടുള്ളൂ കേട്ടോ. അതുപോലെ വെള്ളം കുടിക്കണേ. നമ്മുടെ ആദ്യം എണീറ്റുള്ളത് കേട്ടോ. ആദ്യം എണീറ്റുള്ളത് ഞാൻ ലിതിമോക്കുള്ള വെള്ളമൊക്കെ എടുത്ത് കൊടുത്തു. സുന്ദരനാടേ മാറി പോട്ടെടുത്ത് എണീച്ച് വന്നതുകൊണ്ട് നമ്മളിപ്പോൾ ലിതിമോക്കുള്ള സാനിറ്ററി പാഡ് മേടിക്കാൻ വേണ്ടി പോട്ടെ. മെറ്റേണിറ്റി പാഡ്. സമയം 5:30 ആയിട്ടില്ലേ. 5:30. ആദ്യം ഈ സമയമൊക്കെ കാണുന്നത്. നമ്മുടെ ആദ്യം എണീറ്റുള്ളത് കേട്ടോ. ആദ്യം എണീറ്റുള്ളത് ഞാൻ ലിതിമോക്കുള്ള വെള്ളമൊക്കെ എടുത്ത് കൊടുത്തു. സുന്ദരനാടേ മാറി പോട്ടെടുത്ത് എണീച്ച് വന്നതുകൊണ്ട് നമ്മളിപ്പോൾ ലിതിമോക്കുള്ള സാനിറ്ററി പാഡ് മേടിക്കാൻ വേണ്ടി പോട്ടെ. മെറ്റേണിറ്റി പാഡ്.
സമയം 5:30 ആയിട്ടില്ലേ, 5:30. ആദ്യം ഈ സമയമൊക്കെ കാണുന്നത്. നടന്ന് ഞങ്ങൾ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ധന്വന്തരിയിലാണ് പോകുന്നത്. അവിടെ മാത്രം ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. പിന്നെ വീഡിയോ ഞാൻ എല്ലാം കൂടെ ഒരുമിച്ചായിരിക്കും മേ ബി ഇടുന്നത്. വേറൊന്നുമല്ല, ഇവിടെ ഭയങ്കരമായിട്ടും എന്താണ് റേഞ്ച് കുറവുണ്ട്. ധന്വന്തരി പോയപ്പോൾ സാനിറ്ററി പാഡൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളിത് ഇവിടെ ഐസുവിൻ്റെ ഫ്രണ്ടിൽ വന്നിരുന്നു. ആദ്യം കൂടെ മരുന്ന് മേടിക്കാൻ പോകണം കേട്ടോ. ഇത് നോക്ക് ധന്വന്തരി. ഓക്കെ, ഹായ്. നമ്മൾ ഹോസ്പിറ്റലിൽ വന്നിട്ട് 5 ദിവസമായി. നമ്മുടെ കുഞ്ഞാവയും ലിതി അമ്മയൊക്കെ നല്ല സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നാളെ റൂമിലേക്ക് മാറ്റും കേട്ടോ. അപ്പം ഞാനും ആദ്യമാണ് ഉള്ളത് അവിടെ. ആദ്യം കിടക്കുവാണേ. അപ്പം ഞങ്ങൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നു. പേവാടാണ് കേട്ടോ. ഇപ്പോൾ 2ാമത്തെ ഫ്ലോറിലാണെങ്കിൽ ഇത് നമുക്ക് കയറി വരാൻ പറ്റുമോ അറിയില്ല. അപ്പോൾ താഴെ ചോദിച്ചിട്ടൊന്നും കിട്ടിയിട്ടുണ്ടായില്ല. അപ്പം നോക്കണം എങ്ങനെയാണെന്നുള്ളത്. പിന്നെ വേറെ വിശേഷമൊന്നുമില്ല. പിന്നെ എനിക്കിങ്ങനെ വീഡിയോ എടുത്ത് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇടാൻ പറ്റുന്നില്ല. പിന്നെ ഒന്നാമത്തെ കാര്യം, വീഡിയോ ഇട്ടിട്ട് അത് വീഡിയോ കയറാൻ ഒരുപാട് ടൈം എടുത്തു. ഏകദേശം ഒരു വീഡിയോ എടുത്ത് രണ്ട് ദിവസം. അന്നത്തെ കാര്യം അന്നന്ന് നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ നടന്നില്ല കേട്ടോ. അതുകൊണ്ട് ഭയങ്കര ഒരു സങ്കടമുണ്ട്. അപ്പോൾ ഇതെല്ലാം വീഡിയോകൾ ഞാൻ ഒത്തുകൂട്ടിയാണ് ഇടുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുകയും ചെയ്യരുത്. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോകളിലൊക്കെ കാണാം. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള സന്തോഷമാണ്. ഞാൻ ഇതിയോട് പറഞ്ഞിട്ട് ഇത് പോയി വാവയായിരിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എല്ലാവരുടെയും ഒരാഗ്രഹം ആദ്യമൊരു കുഞ്ഞനിയത്തി വേണമെന്നായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അത് ദൈവത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഗിഫ്റ്റായിട്ട് ഞങ്ങൾ കരുതുന്നു. അപ്പോൾ എല്ലാം ഓക്കെ ആയിട്ടിരിക്കുകയാണ്. പിന്നെ കുറേ പേരെയൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെയും അതുപോലെ എൻ്റെ നിജമോൾ അറിയുന്നവരെയൊക്കെ കുറേ പേരെ കണ്ടു. അതൊക്കെ ഒരുപാട് സന്തോഷമാണ്. പിന്നെ വേറെ വിശേഷം കാര്യങ്ങളൊന്നുമില്ല. ഇതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിശേഷം. പിന്നെ അത് ഞങ്ങൾ പോകാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ അവിടെ പോയാണ് കിടന്നത്. കാരണം പുറത്തൊരാൾ എപ്പോഴും വേണം. അപ്പോൾ അമ്മച്ചി അകത്ത് നിർത്താം. അമ്മച്ചി ഇങ്ങനെ പുറത്തത്തെ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. കാരണം ബ്ലഡ് ചെക്ക് ചെയ്യാൻ കൊടുക്കാൻ പോകണം. അതുപോലെ ഓരോ ബില്ല് വരുന്നതും പിന്നെ അല്ലാതെ ഓരോ കാര്യങ്ങൾ സാനിറ്ററി പാഡ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ മേടിക്കണമെങ്കിൽ ഞാൻ പുറത്ത് നിന്നാലേ പറ്റുള്ളൂ. പിന്നെ ചേട്ടായി വരും. ചേട്ടായി വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വരും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ചേട്ടായും ജോലിക്ക് പോകുന്നതുകൊണ്ട് വൈകുന്നേരം വന്നിട്ട് രാവിലെ പോകും കേട്ടോ. അപ്പോൾ പകലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ. അത് ആദ്യം ഇനി ഉഷാറായിട്ട് നിൽക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും പോയി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ പറ്റുവാണെങ്കിൽ കാണിച്ചു തരാം. വാട എണീക്കണം. അപ്പോൾ എന്നോട് ചെറിയൊരു പിണക്കത്തിൽ കിടക്കുന്നത് കേട്ടോ. കത്തി ഞാൻ മറ്റേ പേരയ്ക്കുമ്പോൾ ഞാൻ കത്തി കൊണ്ട് വെച്ചിട്ട് അവൻ ആ കത്തി എടുത്തുകൊണ്ട് വേണ്ടപ്പോൾ വഴക്ക് പറയും. അപ്പോൾ അതിൻ്റെ ചെറിയ പിണക്കത്തിൽ കിടക്കുക കേട്ടോ. അപ്പോൾ അത് കുഴപ്പമില്ല, എല്ലാം സെറ്റായി. ഞങ്ങൾ പോയി ഒരു സാധനം കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പോവാം. ആദ്യം ഞാനും കൂടെ കൂടിയിട്ട് മേളിൽ കയറിപ്പോയി ശേഷം ഇവിടെ വന്നിരിക്കുകയാണ് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ട സ്പോട്ടാണ് കേട്ടോ ഇത്. ഈ മരത്തിൻ്റെ ഫ്രണ്ടിലുള്ള മരത്തിൻ്റെ ചോട്ടിരിക്കുമ്പോൾ ഭയങ്കര കാറ്റും നല്ലൊരു ഫീലാണ് കേട്ടോ. അപ്പോൾ ചൂടൊക്കെ ഉള്ളപ്പോൾ ഇവിടെ വന്നിരിക്കുമ്പോൾ നല്ല തണുത്ത കാറ്റ് കിട്ടും. അത് നല്ല കളിയിലാണ് കേട്ടോ. ആദ്യമൊരു കൂട്ടുകാരനായിട്ട് കിട്ടി. നമ്മളിവിടെ ഇരിക്കട്ടെ. അപ്പം നമ്മൾ റൂമിൽ പോകണം. ഇന്നലെ എലിക്കുട്ടിയമ്മേനെ ഇന്ന് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ എലിക്കുട്ടിയമ്മേൻ്റെ ഫുഡ് കഴിക്കുവാണ്. അതെ. അപ്പോൾ അമ്മയ്ക്ക് ചപ്പാത്തിയും മുട്ടക്കറിയും മേടിച്ചുകൊണ്ട് കൊടുത്തു. അപ്പം അമ്മ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുഞ്ഞാവയൊക്കെ എങ്ങനെ ഇരിക്കുന്നു? സുഖമായിട്ടിരിക്കും. അപ്പോൾ കുഞ്ഞാവേനൊക്കെ നാളെ കാണാം. കുഞ്ഞാവേനല്ല ലിതിമോളെ. കുഞ്ഞാവേനെ നമ്മൾ പതിയെ കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനും ആദ്യം കൂടെ അമ്മ കഴിക്കട്ടെ എന്ന് ഓർത്തിരുന്നു. കാരണം കഴിച്ച് കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടി ഇരിക്കുക കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞങ്ങൾ ഫുഡ് കൊണ്ട് കൊടുത്തു. ഞങ്ങൾക്ക് പോയിട്ട് ഫുഡ് കഴിക്കണം. അപ്പം അതൊക്കെയാണ് നമ്മുടെ പരിപാടികൾ ഇന്നത്തെ. അപ്പോൾ നമ്മൾ ശരി, ഓക്കെ. ഇതങ്ങനെ അങ്ങ് വെച്ചാൽ മതി. ഇപ്പോൾ പോയിട്ട് വരട്ടെ. ആദ്യം ഫ്രണ്ടിൽ പോവാം കേട്ടോ. ഞങ്ങളുടെ തലേണ ഇന്നലെ ഞങ്ങൾ ഇവിടെയാണ് കിടന്നത്.
ഇന്ന് റൂമിൽ പോയി കിടക്കാമെന്ന് വിചാരിച്ചു വന്ന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഇവിടെ റൂമിലെത്തി കേട്ടോ. റൂമിലെത്തിയപ്പം ദിമോക്കുള്ള ഫുഡാണ് ഈ വന്നിരിക്കുന്നത്. ചപ്പാത്തിയും പിന്നെ എന്നാടാ സോയാബോൾ കറി. അപ്പോൾ അത് ആദ്യം അത് കഴിക്കും കേട്ടോ. അപ്പോൾ അവന് ഓർമ്മ മതി, വേറെ ഒന്നും മേടിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പുറത്തുനിന്നൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായയൊക്കെ കുടിച്ചു. അതുകൊണ്ട് കുഞ്ഞാവിടെ കിരിക്കെടുത്ത് കിരിക്കൊണ്ടിരിക്കുകയാണേ. ഒരു മിനിറ്റ് പറഞ്ഞു കഴിഞ്ഞിട്ട് കിരിക്കൂ. അപ്പോൾ അതെ ആദ്യം ഫുഡ് കഴിക്കട്ടെ. നമ്മൾ റൂമിലൊക്കെ എത്തി. റൂം വിശേഷമൊക്കെ അടുത്ത വീഡിയോകളിൽ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ നമ്മൾ 2-3 ദിവസം ഞാൻ പറഞ്ഞല്ലോ, 3 ദിവസത്തെയുള്ള വീഡിയോയാണ്. എനിക്കങ്ങനെ എല്ലാം ചെയ്യുന്ന കാര്യങ്ങളൊന്നും അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുന്ന സ്ഥലം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമായിരുന്നു. പിന്നെ എല്ലാവരും ചോദിച്ചു കുഞ്ഞാവയുടെ പപ്പ ഇല്ലായിരുന്നു. പപ്പ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് 2 പേരുള്ള ഇപ്പോഴും നല്ലതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാൻ. പിന്നെ എനിക്ക് അധികം എൻ്റെ പപ്പേനെ വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല, ഉണ്ടായിരുന്നു. പിന്നെ ചേട്ടായി വൈകുന്നേരം വന്നിട്ട് പോകും, കുറച്ച് നേരം ഇരുന്നിട്ട് പോകും കേട്ടോ. പിന്നെ അങ്ങനെയൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അന്നത്തെ ദിവസം ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു കേട്ടോ. സമയമാവുന്നവരൊക്കെ അവളെ ഏറ്റവും ലാസ്റ്റാണ് ഡെലിവറി കയറ്റിയത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞാവനെ ഇങ്ങനെ ഇറക്കി കൊണ്ടുവന്നപ്പോഴത്തേക്കുണ്ടായിരുന്ന ആ സന്തോഷം അല്ലേടാ അതി. ഞാനൊക്കെ ഭയങ്കര ഇമോഷണലായിട്ട് സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു പോയി. അത്രയധികം സന്തോഷമായി. അപ്പോൾ അതൊക്കെ ഒരു എന്താ പറയുക, അതൊന്നും എടുക്കാൻ പറ്റിയില്ല. എങ്കിൽ പോലും അത് പറയുമ്പോൾ പ്രത്യേക ഒരു സന്തോഷം. നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇനിയുള്ളതൊക്കെ പറ്റുന്ന രീതിയിൽ വീഡിയോസ് ഇടാൻ എന്തായാലും നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടും സ്നേഹവും എനിക്ക് മാത്രമല്ല എൻ്റെ കുടുംബത്തിനുണ്ടെന്നുള്ള ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പോൾ വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഇങ്ങനെ ഓരോ ദിവസം നമ്മുടെ കാര്യങ്ങളെല്ലാം ഇനി വിശേഷങ്ങളും സന്തോഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരുന്ന കേട്ടോ. അപ്പോൾ ആദ്യം ഫുഡ് കഴിച്ച് കഴിഞ്ഞു. വെള്ളം കുടിയിടാം. പക്ഷേ ചൂടുവെള്ളം ആയി എടുത്തുകൊണ്ടെന്നുള്ളതാണ്. പോയി കുപ്പിയിലെടുക്കാമെന്ന് ബാക്കോട്ട് വരാം. പച്ചവെള്ളം കുടിച്ചാൽ ഭയങ്കരമായിട്ട് ചുമയുണ്ടാവും. അപ്പോൾ എന്താ, പച്ചവെള്ളമല്ല മിനറൽ വാട്ടറാണ്, പക്ഷെ അതിന് ഭയങ്കര തണുപ്പല്ലേ. അപ്പോൾ എന്തായാലും ഞങ്ങൾ കിടക്കാൻ പോവാണ്. അപ്പോൾ ഇന്ന് ഇത്ര വീഡിയോ എന്താണ്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ബെൽ ബട്ടൺ നിൽക്കുക കേട്ടോ. അപ്പം അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.